ഇന്നത്തെ യുദ്ധത്തിൽ വിജയിക്കണമെന്നുണ്ട് എങ്കിൽ മിസൈലുകൾ മാത്രം പോരാ. സങ്കീർണമായ കടലിടുക്കുകൾ സ്വന്തമായിട്ടുണ്ട് എങ്കിൽ ഇന്ന് ലോകത്തിനു മുന്നിൽ യുദ്ധം ചെയ്യുന്ന പോരാളിയായി നിങ്ങൾ മാറും. ഇന്നത്തെ യുദ്ധം കേന്ദ്രീകരിക്കുന്നത് കടലിടുക്കുകളിൽ ആണ് എന്നതാണ് ഒരു വസ്തുത. നമുക്കറിയാം, ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷത്തിൽ ഹോർമൂസ് ആണ് ഇറാന്റെ പ്രധാന ആയുധം. അങ്ങനെ ആകുമ്പോൾ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തി, സാമ്പത്തിക അടിത്തറ അതിനെ തകർക്കുക എന്നത് വളരെ എളുപ്പം സാധ്യമാകുന്നു. വെറും 33 കിലോമീറ്റർ മാത്രമാണ് ഹോർമൂസ് കടലിടുക്കിനുള്ള വീതി. ലോകത്തെ ഏറ്റവും നിർണായകമായ ഒരു എണ്ണ ഗതാഗത പാതയാണ്. ലോകത്ത് പ്രതിദിനം ഉപയോഗിക്കുന്ന എണ്ണയുടെയും അതുപോലെ തന്നെ പ്രകൃതിവാതകത്തിന്റെയും ഒക്കെ ഏകദേശം 20% കടന്നു പോകുന്നത് ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ചെക്ക് പോയിന്റ് തടഞ്ഞാലോ നിയന്ത്രിച്ചാലോ ഒക്കെ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് വലിയ ബുദ്ധിമുട്ടുകളായിരിക്കും ഉണ്ടാക്കുക. ഇറാൻ ഇന്ന് ഈ പാതയെ ഒരു പ്രതിരോധ കവചമായും ആയുധമായും മാറ്റിക്കഴിഞ്ഞു. എണ്ണ ടാങ്കറുകളിൽ നിന്ന് അനൗപചാരികമായി ടോൾ പിരിക്കുന്നത് ഉൾപ്പെടെയുള്ള ധാരാളം നീക്കങ്ങൾ ലോകശക്തികളെ ആകെ ആശങ്കയിലാഴ്ത്തുകയാണ്. ഇനി നമുക്ക് പഴയ ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിക്കാം. അങ്ങനെ പോകുമ്പോൾ ഇത്തരം ചെക്ക് പോയിന്റുകൾ ഇതിനു മുൻപും ആയുധമാക്കിയതിന് പല ഉദാഹരണങ്ങളും കാണാം. 1956 ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസർ സൂയസ് കനാൽ ദേശസാൽക്കരിച്ചത് ഇതിന് സമാനമായ ഒരു നീക്കത്തിലൂടെയാണ്. അന്ന് ബ്രിട്ടനും ഫ്രാൻസിനും സാമ്പത്തിക അടിത്തറ ശക്തമായിരുന്നു. അവരുടെ സാമ്പത്തിക അടിത്തറ തകർക്കാനും അവരുടെ ആഗോള ആധിപത്യത്തിന് അന്ത്യം കുറിക്കാനും ഈ തീരുമാനത്തിലൂടെ ഈജിപ്തിന് സാധിച്ചു. ഇന്നത്തെ ഇറാനിയൻ സാഹചര്യങ്ങൾ ചരിത്രത്തിന്റെ ഒരു ആവർത്തനമല്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഡോളറിന്റെ ആഗോളാധിപത്യം തകരുന്നതിലേക്കും പുതിയ സാമ്പത്തിക ശക്തികൾ ഉദിച്ചുയരുന്നതിലേക്കും ഇത്തരം നീക്കങ്ങൾ വഴിതെളിക്കാം. ഇന്ത്യൻ മഹാസമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന മലാക്ക കടലിടുക്ക് ഇത് മറ്റൊരു പ്രധാന ചെക്ക് പോയിന്റാണ്. ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ നിലനിൽക്കുന്നത് തന്നെ ഈ പാതയെ ആശ്രയിച്ചാണ്. മലാക്ക കടലിടുക്കിൽ ചെറിയൊരു തടസ്സമുണ്ടായാൽ പോലും അത് ഏഷ്യൻ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കും. അതിന് പകരമായി ദൂരമേറിയ മറ്റു പാതകളുണ്ട് എങ്കിലും സമയവും ചിലവും കണക്കിലെടുക്കുമ്പോൾ മലാക്കയെ അവഗണിക്കുക അസാധ്യമാണ്. ഇത്തരം ഓരോ ചെക്ക് പോയിന്റുകളും ഓരോ രാജ്യങ്ങളുടെയും വിരൽ തുമ്പിലുള്ള ചില തുറുപ്പ് ചീട്ടുകളാണ്. അത് അമർത്തുന്നതിലൂടെ ലോകത്തെ ഇരുട്ടിലാക്കാൻ അവർക്ക് സാധിക്കും. മധ്യപൂർവ്വ ദേശത്തെ മറ്റൊരു നിർണായക കവാടത്തെക്കുറിച്ച് പറയാം. ബാബൽ മന്ദേബ് കടലിടുക്ക്. യമനും ജിബൂട്ടിക്കും ഇടയിലുള്ള ഈ പാത ചെങ്കടലിനെ ഏദൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്നു. സൂയസ് കനാലിലേക്കുള്ള കപ്പലുകളുടെ ഒരേ ഒരു വഴി എന്ന നിലയിൽ ഇതിന് വലിയ തന്ത്രപ്രധാനം ഉണ്ട്. സമീപകാലത്ത് യമനിലെ ഹൂതി വിമതർ ഈ മേഖലയിൽ നടത്തിയ ആക്രമണങ്ങൾ ഇതിനൊരു ഉദാഹരണം മാത്രം. നാവികസേന, അത്യാധുനിക നാവികസേനയൊന്നും ഇല്ലാതെ തന്നെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഒരു കടലിടുക്കിനെ എങ്ങനെ കൺട്രോളിലാക്കാമെന്ന് ഹൂതികൾ തെളിയിച്ചു. ഇത് വലിയ ഷിപ്പിംഗ് കമ്പനികളെ ആഫ്രിക്ക ചുറ്റി സഞ്ചരിക്കാൻ നിർബന്ധിതരാക്കി. ഫലമോ ചരക്കുകൂലി കൂടി, ഉൽപ്പന്ന വിലയും കൂടി. യുദ്ധതന്ത്രം ആഗോളവൽക്കരണത്തിന്റെ അന്ത്യം കുറിക്കുമോ എന്ന ഭയം ഇപ്പോൾ നിലനിൽക്കുകയാണ്. പരസ്പരാശ്രിതമായ ഒരു ലോകത്ത് ഇത്തരം വിതരണ ശൃംഖലകൾ തടസ്സപ്പെട്ടാൽ മരുന്നുകൾ, സെമി കണ്ടക്ടറുകൾ, കാർഷികോൽപ്പന്നങ്ങൾ ഇതൊക്കെ ദൗർലഭ്യത്തിന് കാരണമാകും. യുദ്ധങ്ങൾ ഇപ്പോൾ അതിർത്തികളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അത് സമുദ്രത്തിലെ ഇടുങ്ങിയ പാതകളിലൂടെ ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുന്നു. ഇറാൻ കാണിച്ചു തന്ന ഈ രീതി ഭാവിയിൽ മറ്റു രാജ്യങ്ങളും തുടരുകയാണ് എങ്കിൽ അന്താരാഷ്ട്ര ജലപാതകൾ സുരക്ഷിതമല്ലാത്ത മേഖലകളാകും. ചുരുക്കത്തിൽ മറ്റൊന്ന് പറയുകയാണെങ്കിൽ ലോകത്തിന്റെ നിയന്ത്രണം ഇനി മിസൈലുകൾ കൈവശമുള്ളവരുടെ കൈകളിൽ മാത്രമല്ല, മറിച്ച് പ്രധാനപ്പെട്ട ജലപാതകളുടെ താക്കോൽ കൈവശമുള്ളവരുടെ കൈകളിൽ കൂടിയായിരിക്കും. ഇത്തരം ചെക്ക് പോയിന്റുകൾ ഇങ്ങനെ ആയുധമാക്കുന്നത് ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക സമ്മർദ്ദവും അനിശ്ചിതത്വവും സൃഷ്ടിക്കും. നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെ കൃത്യമായ പാലനത്തിലൂടെയും മാത്രമേ ഇത്തരം ഭീഷണികളെ മറികടക്കാൻ ലോകത്തിന് സാധിക്കൂ. അല്ലാത്ത പക്ഷം കടലിലെ ഈ ഇടുങ്ങിയ പാതകൾ ലോക സമാധാനത്തിന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കും. ഭൗമ രാഷ്ട്രീയ തന്ത്രങ്ങൾ അതിർത്തികളിൽ നിന്ന് മാറി സമുദ്രത്തിലെ തന്ത്രപ്രധാന പാതകളിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. മിസൈലുകളെക്കാളും ആധുനിക യുദ്ധവിമാനങ്ങളെക്കാളും കരുത്തുള്ള ആയുധമായി ചെക്ക് പോയിന്റുകൾ അഥവാ സമുദ്ര കടലിടുക്കുകൾ മാറുന്നു. ലോക വ്യാപാരത്തിന്റെ ജീവനാഡികളായ ഈ പാതകളിൽ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നടത്തുന്ന നീക്കങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ താളം തെറ്റിക്കാൻ പോകുന്നവയാണ്. ലോക വ്യാപാരം, ഊർജ്ജ വിതരണം, കണക്ടിവിറ്റി ഇവയുടെ നിയന്ത്രണം കൈപ്പിടിയിൽ ഒതുക്കാൻ ഇത്തരം ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെ രാജ്യങ്ങൾ ഉപയോഗിക്കുന്നു. ഭൗമതന്ത്രപരമായ ഈ നീക്കങ്ങളിൽ ലോകം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് പേർഷ്യൻ ഗൾഫിനെ ഒമാൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്ന ഹോർമൂസ് കടലിടുക്കിലേക്കാണ്. എന്തായാലും അന്താരാഷ്ട്ര നിയമങ്ങൾ പറയുന്നതനുസരിച്ച് കടലിടുക്കുകളിലൂടെയുള്ള തടസ്സമില്ലാത്ത ഗതാഗതം ഉറപ്പാക്കണം. UN സമുദ്ര നിയമ കൺവെൻഷൻ അനുസരിച്ച് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യത്തിനും ഇത്തരം അന്താരാഷ്ട്ര ജലപാതകൾ തടസ്സപ്പെടുത്താൻ അവകാശമില്ല. എന്നാൽ ഇറാൻ ചെയ്തത് എന്താണ്? തങ്ങളുടെ പരമാധികാരവും സ്വയം പ്രതിരോധത്തിനുള്ള അവകാശവും ഉയർത്തിക്കാട്ടി ഈ നിയമങ്ങളെ വെല്ലുവിളിച്ചു. ഹോർമുസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിച്ചും കപ്പലുകൾക്ക് വൻ തുക ടോൾ ചുമത്തിയും ഇറാൻ നടത്തിയ നീക്കങ്ങൾ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമായി. ഇത് കേവലം ഒരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള സാധാരണക്കാരന്റെ പോക്കറ്റിനെ പോലും കാലിയാക്കുന്ന സാമ്പത്തിക യുദ്ധമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ.